നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ സംസ്ഥാന എക്സൈസ് കമ്മീഷണർ ശ്രീരാം സാംബശിവറാവു സന്ദർശിച്ചു. സംസ്ഥാന മ്യൂസിയം മൃഗശാല വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കായിക യുവജനക്ഷേമ മ്യൂസിയം വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർവഹിച്ചു. യുവാക്കളിലും വിദ്യാർത്ഥികളിലുമുള്ള ലഹരി വ്യാപനം തടയുന്നതിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എക്സൈസ് വകുപ്പിനെ ശാക്തീകരിക്കുമെന്ന് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M. ലിജു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. വിവാഹത്തിന് മുൻപ് ഒരുമിച്ച് താമസിച്ചിരുന്ന കാലയളവിൽ കൃത്രിമ ഗർഭധാരണത്തിലൂടെ ജനിച്ച കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ പേര് ഉൾപ്പെടുത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. പടിഞ്ഞാറെ ചാലക്കുടിയിലെ മലയാമ്പറമ്പ്, തോട്ടവീഥി, മനപ്പടി പ്രദേശവാസികൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജനകീയ സംഗമം നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാന എക്സൈസ് വകുപ്പിന് കീഴിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ സംസ്ഥാന എക്സൈസ് കമ്മീഷണർ ശ്രീരാം സാംബശിവറാവു സന്ദർശിച്ചു. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്ററുകളുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന് മാതൃകയാക്കേണ്ട ചാലക്കുടി ഡി അഡിക്ഷൻ സെന്ററിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിലയിരുത്തുന്നതിനും പഠിക്കുന്നതിനുമായാണ് കമ്മീഷണർ സന്ദർശനം നടത്തിയത്. നഗരസഭാ കൗൺസിലർമാരായ ഷിബു വാലപ്പൻ, MK മേഴ്സി, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MA മിനിമോൾ, സർക്കിൾ ഇൻസ്പെക്ടർ S. പ്രമോദ്, ചാലക്കുടി റേഞ്ച് വിമുക്തി കോർഡിനേറ്റർ രാജു KK എന്നിവർ ചേർന്ന് എക്സൈസ് കമ്മീഷണറെ സ്വീകരിച്ചു. സെന്റർ നോക്കാൻ വേണ്ടിയിട്ട് ഞാനും എക്സൈസ് കമ്മീഷണർ ഇവിടെ വന്നു. സെന്ററിന്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ഒരു ജനറൽ അവയർനെസ്സിന് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പുതുതായിട്ട് ചാർജ് എടുത്തതുകൊണ്ട് ഒരു നല്ല ഒരു സന്ദർശനമായിരുന്നു. നമുക്ക് അഡിക്ഷൻ സെന്ററിന്റെ ഡി അഡിക്ഷൻ സെന്ററിന്റെ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കാൻ പറ്റി. ഒരു നല്ല രീതിയിലാണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത്. പിന്നെ സെന്ററിന് എല്ലാവരും നന്നായിട്ട് ഉപയോഗിക്കണം, ആവശ്യമുള്ളത് നന്നായിട്ട് ഉപയോഗിക്കണം. അതാണ് എനിക്ക് പൊതുവെ മനസ്സിലാവുന്നത്. ഇവിടെ ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ സ്റ്റാഫ് എല്ലാവരും പറയുന്നത്. സംസ്ഥാന മ്യൂസിയം മൃഗശാല വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കായിക യുവജനക്ഷേമ മ്യൂസിയം വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർവഹിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള വൃക്ഷത്തൈ നടീൽ കേവലം ഒരു ചടങ്ങായി ഒതുങ്ങരുതെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്ന് നടുന്ന തൈകൾ സംരക്ഷിച്ചു വളർത്താൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മ്യൂസിയം അങ്കണത്തിൽ ഒരുങ്ങുന്ന ശലഭോദ്യാനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. സെന്റ് മേരീസ് കോളേജ് സുവോളജി, ബോട്ടണി വകുപ്പുകളും സംസ്ഥാന മ്യൂസിയം മൃഗശാല വകുപ്പും സംയുക്തമായാണ് ശലഭോദ്യാനം നിർമ്മിക്കുന്നത്. ഉദ്യാനത്തിൽ എത്തുന്ന ശലഭങ്ങളുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കാനുള്ള QR കോഡും ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്തു. മ്യൂസിയം മൃഗശാല അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ കൗൺസിലർ ജോയ് ബാസ്റ്റിൻ ചാക്കോള അധ്യക്ഷനായി. മ്യൂസിയം മൃഗശാല വകുപ്പ് ഡയറക്ടർ PS മഞ്ജുള ദേവി, തൃശൂർ സെന്റ് മേരീസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മീന K. ചെറുവത്തൂർ, സംസ്ഥാന മ്യൂസിയം മൃഗശാല ക്യൂറേറ്റർ എസ മഞ്ജുഷ എന്നിവർ സംസാരിച്ചു.
പ്രകൃതിയുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വർഷത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്തത്. യുവാക്കളിലും വിദ്യാർത്ഥികളിലുമുള്ള ലഹരി വ്യാപനം തടയുന്നതിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എക്സൈസ് വകുപ്പിനെ ശാക്തീകരിക്കുമെന്ന് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു. തൃശൂർ എക്സൈസ് അക്കാദമി പരേഡ് ഗ്രൗണ്ടിൽ പരിശീലനം പൂർത്തിയാക്കിയ 66 സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സമഗ്രമായ മദ്യനയം വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുതുതായി സർവീസിലേക്ക് പ്രവേശിക്കുന്ന കേഡറ്റുകൾ കർമ്മനിരതരും സത്യസന്ധരും ആകേണ്ടതിനെക്കുറിച്ചും മന്ത്രി ഓർമ്മപ്പെടുത്തി. പരിശീലനം പൂർത്തിയാക്കിയ 66 ട്രെയിനികളിൽ 41 ബിരുദധാരികളും 7 ബിരുദാനന്തര ബിരുദധാരികളും 8 ബിടെക് ബിരുദധാരികളും 1 MBA ബിരുദധാരിയും 1 BEd ബിരുദധാരിയും 6 ഡിപ്ലോമ ബിരുദധാരികളും ഉൾപ്പെടുന്നു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം എക്സൈസ് അക്കാദമി കോമ്പൗണ്ടിൽ ഫലവൃക്ഷ തൈകൾ നട്ട് മന്ത്രി നിർവഹിച്ചു. പരിശീലനത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കാഡറ്റുകൾക്കുള്ള പുരസ്കാരവും മന്ത്രി വിതരണം ചെയ്തു. അക്കാദമിയിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന അനീഷിന്റെ മരണാനന്തരമുള്ള ധനസഹായം അനീഷിന്റെ കുടുംബത്തിന് കൈമാറി. 1000-ഓളം പേർ പങ്കെടുത്ത ചടങ്ങ് പ്രതികൂല കാലാവസ്ഥയിലും വർണ്ണാഭമായി. എക്സൈസ് കമ്മീഷണർ ശ്രീറാം സാംബശിവറാവു, എക്സൈസ് അക്കാദമി ഡയറക്ടർ TM മജു എന്നിവർ സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചു. ചടങ്ങിൽ ജോയിന്റ് ഡയറക്ടർ H കൃഷ്ണകുമാർ, തൃശൂർ കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ, ജനപ്രതിനിധികൾ, മറ്റ് വകുപ്പുകളിലെയും എക്സൈസ് വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി കലാഭവൻ മണി പാർക്കിൽ വൃക്ഷത്തൈകൾ നട്ടു. ജില്ലാ ജഡ്ജ് വിവിജ സേതുനാഥൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS വിനയൻ അധ്യക്ഷനായി. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് VS സവിത, മുൻസിഫ് അപർണ, വാർഡ് കൗൺസിലർ VJ ജോജി, അഡ്വക്കേറ്റ് പോളി മൂഞ്ഞേലി, അഡ്വക്കേറ്റ് ടോമി ചിറയത്ത്, അഡ്വക്കേറ്റ് അജയൻ എന്നിവർ സംസാരിച്ചു. ദിനം എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോഴുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രകൃതിയെ സ്നേഹിക്കണം, സംരക്ഷിക്കണം. എങ്കിൽ മാത്രമേ നാളെ നമുക്ക് നിലനിൽക്കുള്ളൂ. ഭൂമി എന്തായാലും ഇങ്ങനെ തന്നെ നിലനിൽക്കും. നമുക്ക് നിലനിൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ ഇന്നത്തെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ചടങ്ങിലേക്ക് കിടക്കും. മാത്രമല്ല കോടതിയും സിറ്റിംഗ് തുടങ്ങണം. എല്ലാവർക്കും ഒരു ലോക പരിസ്ഥിതി ദിനം ആശംസിച്ചുകൊണ്ട് ഈ വൃക്ഷ തൈ നടിയിൽ ഉദ്ഘാടനം ചെയ്തതായി ചാലക്കുടിയിലെ ഏറ്റവും പ്രധാന കേന്ദ്രമായിട്ടുള്ള നമ്മുടെ കലാഭവൻ പാർക്ക് തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള സന്തോഷം ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഇനി വരും വർഷങ്ങളിലും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ നിങ്ങളിവിടെ സംഘടിപ്പിക്കണം. നിങ്ങൾ ഇന്ന് നട്ടിരിക്കുന്ന ഓരോ വൃക്ഷത്തൈകളും ഞങ്ങളെ സംരക്ഷിച്ചോളാമെന്നും കൂടി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പരിപാടികൾ സംഘടിപ്പിച്ചു. NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊടകര പഞ്ചായത്തിലെ പുലിപ്പാറക്കുന്നിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ വാർഡ് മെമ്പർ ശ്രീമതി സ്മിത മനോജ് ഉദ്ഘാടനം ചെയ്തു. സയൻസ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ കോളേജിൽ നടന്ന ചടങ്ങിൽ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ജോജി കല്ലിങ്കൽ മാവിൻ തൈ നട്ട് ഔദ്യോഗിക പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി ദിനത്തിൽ ഭൂമിത്ര സേനാ ക്ലബിന്റെ ഉദ്ഘാടനം വനമിത്ര പുരസ്കാര ജേതാവ് റവറൻ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ നിർവഹിച്ചു. പ്രകൃതിയും സാഹിത്യവും എന്ന വിഷയത്തിൽ മലയാള വിഭാഗം സംഘടിപ്പിച്ച സിംബോസിയം കവിയും ഇംഗ്ലീഷ് വിഭാഗം മേധാവിയും IQAC കോർഡിനേറ്ററുമായ ഷീന സാറാവിന്നി ഉദ്ഘാടനം ചെയ്തു. NCC യൂണിറ്റിന്റെയും ഹ്യൂമൻ എക്സലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ ക്യാമ്പസ് ശുചീകരണം സംഘടിപ്പിച്ചു. ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷനുമായി സഹകരിച്ച് NSS യൂണിറ്റും MSW വിദ്യാർത്ഥികളും ഉന്നത് ഭാരത് അഭിയാൻ പ്രവർത്തകരും ചേർന്നുണ്ടാക്കിയ സീഡ് ബോൾ അതിരപ്പള്ളി വനനിരകളിൽ നിക്ഷേപിക്കും. കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം
പഞ്ചായത്ത് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഫിൻസോ തങ്കച്ചൻ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസി അഗസ്റ്റ്യൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രേസി സ്കറിയ, അംഗങ്ങളായ ഫെമിന ബിബിൻ, ഷിനി തൊമ്മി, പി കെ വർഗീസ്, കുമാരി ബാലൻ, പഞ്ചായത്ത് സെക്രട്ടറി കെ എ ശ്രീലത, ആരോഗ്യ വകുപ്പ് ജീവനക്കാർ, പഞ്ചായത്ത് ജീവനക്കാർ, തൊഴിലുറപ്പ്, ഹരിത കർമാംഗങ്ങൾ, കൊരട്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. തുടർന്ന് കൊരട്ടി ജംഗ്ഷൻ പരിസര ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നു. തുടർച്ചയായി 100% വിജയവും 38 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. അൽവേർണിയ പ്രൊവിൻസ് എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ വിനയ ബാസ്റ്റ്യൻ അധ്യക്ഷയായി. നഗരസഭാ അധ്യക്ഷ ആലിസ് ഷിബു മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ സിസ്റ്റർ സോഫിയ ജോസഫ്, വാർഡ് കൗൺസിലർ അൽഫോൺസ് ചാക്കോ, PTA പ്രസിഡന്റ് ലിജോ കുറിക്കാടൻ, സ്റ്റാഫ് പ്രതിനിധികളായ മരിയ സെലിൻ, ആഷ്ലിയ റാഫി എന്നിവർ പ്രസംഗിച്ചു. സ്കൂളിൽ 22 വിദ്യാർത്ഥികൾക്ക് 5A+ ഉൾപ്പെടെ 79 വിദ്യാർത്ഥികൾക്ക് 90% മുകളിൽ മാർക്കും നേടിയിരുന്നു. വിജയം നേടാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ വലിയ സന്തോഷവും അഭിമാനവും എന്നെ സംബന്ധിച്ചിടത്തോളം. അതിന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങൾ ഹയർ സെക്കൻഡറിയിൽ ഫുൾ വിജയം നേടിയ യുവജനങ്ങൾ അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈ മനോഹരമായ പ്രഭാതത്തിൽ നിങ്ങളുടെ കൂടെ ആടിക്കുമ്പോൾ നല്ലവനായ ദൈവത്തിന് വിജയത്തിന് നല്ലവനായ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം എല്ലാ വിജയങ്ങളും നിങ്ങളുടെ കഠിനമായ പ്രയത്നത്തിന്റെ ഫലമായി നേടിയെടുത്ത ഈ കൂടി പഠിപ്പിക്കാനും മറ്റെല്ലാ കാര്യം ചെയ്യുവാനൊക്കെ ശ്രമിക്കുമ്പോഴും 1-2 വ്യക്തികളുടെ പേരിൽ പലപ്പോഴും സിസ്റ്റർ സോഫിയ പറഞ്ഞതുപോലെ 100% തൊടാതെ കടന്നുപോയ ആ ദിവസങ്ങളൊക്കെ ഇപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ അത് തിരുത്തിക്കുറിച്ച് പ്രത്യേകമായി ഞാൻ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഹൃദയം നിറഞ്ഞ അഭിനന്ദനം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇതിനെ പ്രാപ്തരാക്കിയ പ്രിയപ്പെട്ട അധ്യാപകരെ, അതുപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാക്കള്, PTA, അതേപോലെ
വിവാഹത്തിന് മുമ്പ് ഒരുമിച്ച് താമസിച്ചിരുന്ന കാലയളവിൽ കൃത്രിമ ഗർഭധാരണത്തിലൂടെ ജനിച്ച കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ പേര് ഉൾപ്പെടുത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. പുതിയ ജനന സർട്ടിഫിക്കറ്റ് 30 ദിവസത്തിനകം നൽകണമെന്ന് പത്തനംതിട്ട പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിനോട് കോടതി നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ താമസിക്കുന്ന കോട്ടയം, കാസർഗോഡ് സ്വദേശികളായ ദമ്പതികളുടെ ഹർജിയിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചത്. സിംഗിൾ മദറിന്റെ പേരിലാണ് ജനന സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പിതാവിന്റെ പേര് ചേർക്കാൻ നിയമപരമായ തടസ്സങ്ങളുണ്ടെങ്കിലും കുട്ടിയുടെ ഭാവിയും സാമൂഹിക അന്തസ്സും പരിഗണിച്ചാണ് കോടതിയുടെ പ്രത്യേക അധികാരം വിനിയോഗിക്കുന്നതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കി. ദുബായിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് യുവാവും യുവതിയും പ്രണയത്തിലായത്. യുവാവിന്റെ കുടുംബത്തിന്റെ എതിർപ്പിനെ തുടർന്ന് വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കാൻ ഇരുവരും തീരുമാനിച്ചു. തുടർന്ന് യുവാവിന്റെ ബീജം ഉപയോഗിച്ച് യുവതി 2012 കൃത്രിമ ഗർഭധാരണത്തിലൂടെ കുട്ടിക്ക് ജന്മം നൽകി. വിവാഹിതരല്ലാത്തതിനാൽ അന്നത്തെ സാഹചര്യത്തിൽ സിംഗിൾ മദറായാണ് ജനന രജിസ്ട്രേഷൻ നടത്തിയത്. അതിനാൽ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ പേര് രേഖപ്പെടുത്തിയിരുന്നില്ല. 2018 ഇരുവരും നിയമപരമായി വിവാഹിതരായി. വിവാഹം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. തുടർന്ന് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ പേര് ഉൾപ്പെടുത്തണമെന്ന് യുവതി ആവശ്യപ്പെട്ടെങ്കിലും ചില അഭിപ്രായ ഭിന്നതകൾ ഉയർന്നു. ഇതിനെ തുടർന്ന് കുട്ടിയുടെ പിതൃത്വം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം കുടുംബ കോടതിയെ സമീപിച്ചു. തുടർന്ന് കുടുംബ കോടതി അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചു. ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളിൽ പിതാവിന്റെ പേര് ചേർക്കുകയും ചെയ്തു. എന്നാൽ ജനന സർട്ടിഫിക്കറ്റിൽ പിന്നീട് പിതാവിന്റെ പേര് ഉൾപ്പെടുത്താൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് പഞ്ചായത്ത് അപേക്ഷ നിരസിക്കുകയായിരുന്നു. പടിഞ്ഞാറെ ചാലക്കുടിയിലെ മലയാമ്പറമ്പ്, തോട്ടവീഥി, മനപ്പടി പ്രദേശവാസികൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജനകീയ സംഗമം നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷന്റെ സമീപകാലത്തെ വികസനത്തെ തുടർന്ന് സഞ്ചാരപാതയ്ക്ക് തടസ്സം നേരിട്ടതാണ് ഇവരുടെ പ്രതിഷേധത്തിന് കാരണം. FCA ഗോഡൌൺ വഴിയും DRL വഴിയും ഇവർക്ക് പണ്ട് കാലം മുതൽ റെയിൽ പാതയ്ക്ക് മറുപുറത്തുള്ള മാള റോഡിലേക്ക് പോകാൻ സൗകര്യമുണ്ടായിരുന്നു. എന്നാൽ 2ാം നമ്പർ പ്ലാറ്റ്ഫോം നിർമ്മിക്കുകയും പ്ലാറ്റ്ഫോം നീട്ടുകയും ചെയ്തതോടെ ജനങ്ങൾക്ക് യാത്രാ തടസ്സം നേരിടേണ്ടി വന്നു. മുമ്പ് നഗരസഭയുടെ ഇടപെടൽ മൂലം 2 ഭാഗത്തെയും റോഡിൽ നിന്ന് മാള റോഡിലേക്ക് പ്രവേശിക്കാവുന്ന ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുകയുണ്ടായി. പടിഞ്ഞാറ് ചാലക്കുടിയിലെ പ്രത്യേകിച്ചും മലയാമ്പറമ്പ്, മനപ്പടി പ്രദേശം, തോട്ടവീതി പ്രദേശം എന്നീ ജനവിഭാഗങ്ങൾക്ക് ഇതുവരെ അനുഭവിച്ചു വന്ന ലഭിച്ചിരുന്ന സഞ്ചാര സ്വാതന്ത്ര്യം ഇപ്പോൾ നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യത്തെ തുടർന്ന് ഒരു ജനകീയ പിന്തുണ ഉണ്ടാവുകയും പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഞങ്ങൾക്ക് ആവശ്യമായ പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ആദരണീയനായ പനമ്പള്ളി ഗോവിന്ദമേനോന്റെ കാലത്താണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമായത്. ഏകദേശം 35 വർഷം മുൻപ് ആദ്യം സ്ഥാപിതമായ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം 35 വർഷം മുന്നേ അല്പം മുന്നോട്ട് നീട്ടുകയുണ്ടായി. അതോടൊപ്പം തന്നെ സെക്കൻഡ് പ്ലാറ്റ്ഫോമും നിർമ്മാണം നടത്തി. മുൻകാലങ്ങളിൽ നിലവിലുണ്ടായിരുന്ന പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ ക്വാർട്ടേഴ്സും തൊട്ടപ്പുറത്ത് ഇലക്ട്രിക്കൽ സ്റ്റോറേജ് സ്റ്റേഷന്റെ നടുക്ക് കൂടെ ഒരു ഗേറ്റ്, റെയിലിന്റെ ഇരുഭാഗത്തും 3.5 മീറ്ററോളം വരുന്ന വീതിയുള്ള റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നു റെയിൽവേയുടെ. എന്നാൽ ഇപ്പോൾ റെയിൽവേയുടെ പുതിയ വികസനത്തിന്റെ ഭാഗമായി ഗുഡ്സ് ട്രെയിനുകളുടെ പാർക്കിങ്ങിനു വേണ്ടി പാത വീതി കൂട്ടാൻ DRL ഭാഗത്ത് മണ്ണിടിച്ച് ഉയർത്തി. ഇതോടെ DRL ഭാഗത്തു നിന്നുള്ളവർക്കും മനപ്പടി ഭാഗത്തു നിന്നുള്ളവർക്കും ഫുട് ഓവർ ബ്രിഡ്ജിന് സമീപത്തേക്ക് എത്താൻ പ്രയാസകരമായി മാറുകയായിരുന്നു. റെയിൽവേ വികസനത്തെ സ്വാഗതം ചെയ്യുന്നതിനൊപ്പം ഇവർക്ക് മാള റോഡിലേക്ക് കടക്കുന്നതിന് അടിയന്തരമായി റെയിൽ സൗകര്യം ഒരുക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. ഇതിനായി നിലവിലുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് നീട്ടി DRL റോഡിലേക്ക് പ്രവേശന സൗകര്യം ഒരുക്കണമെന്ന് പ്രദേശവാസികളും നഗരസഭയും റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ച് ചാലക്കുടി റെയിൽവേ സ്റ്റേഷന്റെ കവാടത്തിൽ ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രദേശവാസികൾ ഒത്തുചേരൽ സംഗമം നടത്തും. ബെന്നി ബെഹനാൻ MP പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി, നഗരസഭാ വൈസ് ചെയർമാൻ KV പോൾ, ചെയർമാൻ നഗരസഭാ അംഗം ലിൻഡ ജോയ്, കൺവീനർ നഗരസഭാ അംഗം രാമൻ തട്ടായത്ത്, ML മാത്യു, ബിജു ആങ്കാരത്ത്, ഭാസ്കരൻ മാമ്പ്രക്കാട്ടിൽ എന്നിവർ പങ്കെടുത്തു. ഈ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ
FCI ഭാഗത്തു നിന്നും DRL റോഡിൽ നിന്നും വരുന്ന ജനങ്ങൾക്ക്, അതായത് മലയാമ്പറമ്പ്, തോട്ടവീതി, മനപ്പടി ഭാഗത്തു നിന്നും വരുന്ന ജനങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനോ അല്ലെങ്കിൽ റെയിൽ മുറിച്ചു കടന്ന് മാള റൂട്ടിലേക്ക് പ്രവേശിക്കുന്നതിനോ സാധ്യമല്ലാത്ത വിധത്തിൽ റെയിൽവേ മണ്ണടിച്ച് ഉയർത്തി വലിയ പാർശ്വഭിത്തികൾ പണിത് കോൺക്രീറ്റ് ചെയ്ത് ബ്ലോക്കുകൾ കൊണ്ട് പാർശ്വഭിത്തികൾ പണിത് ഇപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ വലിയ തടസ്സം വന്നിരിക്കുക. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയതിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിദ്യാലയത്തിലെത്തി അനുമോദിച്ചു. വിദ്യാലയത്തിനു വേണ്ടി ആദരവ് പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി ഏറ്റുവാങ്ങി. വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി വൃക്ഷത്തൈ നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗം KS ജോൺസൺ, വിവേകാനന്ദ ട്രസ്റ്റ് രക്ഷാധികാരി NP മുരളി, സെക്രട്ടറി KS സുകേഷ്, ട്രഷറർ തിലകൻ അയ്യഞ്ചിറ, മാനേജർ C രാകേഷ്, രജത് നാരായണൻ, K രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. പരമാവധി എല്ലാ സ്കൂളിലും പോയി കുഞ്ഞുങ്ങളെ ആദരിക്കണം. അത് നമുക്ക് സംരക്ഷണത്തിന്റെ സന്ദേശം സമൂഹത്തിലാണ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശനിയാഴ്ച മുതൽ മഴ അതിതീവ്രമാകും. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ശനിയാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ഞായറാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ അതിതീവ്ര മഴ കണക്കിലെടുത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. തിങ്കളാഴ്ച കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയും പത്തനംതിട്ട മുതൽ പാലക്കാട് വരെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ചയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. അതിരപ്പിള്ളി സന്ദർശിച്ച് മടങ്ങിയ ദമ്പതികൾ സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞ് അപകടം. കാറിലുണ്ടായിരുന്ന കണ്ണൂർ സ്വദേശികളായ 30 വയസ്സുള്ള ഷംനാസ്, 28 വയസ്സുള്ള നൈജ എന്നിവരെ പരിക്കുകളോടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ ഏഴാറ്റുമുഖം പ്ലാന്റേഷന് സമീപത്താണ് അപകടം. അതിരപ്പിള്ളി സന്ദർശിച്ച് വെറ്റിലപ്പാറ പാലം വഴി തിരികെ പോകുന്ന വഴിയാണ് അപകടം. 15 അടിയോളം താഴ്ചയിലേക്കാണ് കാർ മറിഞ്ഞത്. നാട്ടുകാരെത്തിയാണ് ഇരുവരെയും പുറത്തെടുത്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ സംസ്ഥാന എക്സൈസ് കമ്മീഷണർ ശ്രീരാം സാംബശിവറാവു സന്ദർശിച്ചു. സംസ്ഥാന മ്യൂസിയം മൃഗശാല വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കായിക യുവജനക്ഷേമ മ്യൂസിയം വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർവഹിച്ചു. യുവാക്കളിലും വിദ്യാർത്ഥികളിലുമുള്ള ലഹരി വ്യാപനം തടയുന്നതിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എക്സൈസ് വകുപ്പിനെ ശാക്തീകരിക്കുമെന്ന് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M ലിജു.
ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. വിവാഹത്തിന് മുൻപ് ഒരുമിച്ച് താമസിച്ചിരുന്ന കാലയളവിൽ കൃത്രിമ ഗർഭധാരണത്തിലൂടെ ജനിച്ച കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ പേര് ഉൾപ്പെടുത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. പടിഞ്ഞാറെ ചാലക്കുടിയിലെ മലയാമ്പറമ്പ്, തോട്ടവീഥി, മനപ്പടി പ്രദേശവാസികൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജനകീയ സംഗമം നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.